Hi guys, welcome to a new video. In this video we will have a poem from the 10th standard English textbook, The Ballad of Father Gilligan, written by William Butler Yeats. ഈ വീഡിയോയിൽ നമ്മൾ 10th standard English textbookലെ വില്യം ബട്ട്ലർ യീറ്റ്സ് എഴുതിയ The Ballad of Father Gilligan എന്ന പോയാണ് ഡിസ്കസ് ചെയ്യുന്നത്. First let's see the profile of the author, William Butler Yeats. Born in 1865, died in 1939. Is an Irish poet and one of the foremost figures of 20th century literature. 1865 ജനിച്ച് 1939 മരണപ്പെട്ട വില്യം ബട്ട്ലർ യീറ്റ്സ് ഒരു ഐറിഷ് പോയറ്റും അതുപോലെ 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരനുമായിരുന്നു. In 1923 he was awarded the Nobel Prize in Literature for his inspired poetry. 1923 യീറ്റ്സിന്റെ ഇൻസ്പയർഡ് പോയട്രി എന്ന കൃതിക്ക് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. Yeats is one of the few writers who completed his greatest works after being awarded the Nobel Prize, which include The Tower in 1928 and The Winding Stair and Other Poems in 1929. 1923 നൊബേൽ സമ്മാനം ലഭിച്ച വില്യം ബട്ട്ലർ യീറ്റ്സിന്റെ ഏറ്റവും മഹത്തായ രണ്ട് കൃതികൾ The Tower and The Winding Stair and Other Poems. ഈ രണ്ട് കൃതികളും അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചതിന് ശേഷമാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. Now we have an introduction here. Let us read it. In the story, The Best Investment I Ever Made, you saw how a helping hand transformed Mr. John into a selfless supporter of humanity. So നമ്മൾ തൊട്ട കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള The Best Investment I Ever Made എന്ന സ്റ്റോറിക്കകത്ത് നമ്മൾ എന്താണ് കണ്ടിട്ടുള്ളത്? ഡോക്ടർ എ.ജെ. ക്രോണിൻ മിസ്റ്റർ ജോൺ എസ് എന്ന് പറയുന്ന യുവാവിന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രശ്നം അനുഭവിക്കുന്ന ഒരു കാലത്ത് അദ്ദേഹത്തിന് ഒരു സഹായം, ഹി ഗേവ് എ ഹെൽപ്പിംഗ് ഹാൻഡ്. ഡോക്ടർ എ.ജെ. ക്രോണിനെ സംബന്ധിച്ച് അതൊരു ചെറിയ സഹായമായിരുന്നു, 7 pounds and 10 shillings. പക്ഷേ മിസ്റ്റർ ജോൺ എസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്തു. അദ്ദേഹത്തിന്റെ ജീവിതത്തെ മൊത്തമായും മാറ്റിമറിച്ച ഒരു വലിയൊരു ലൈഫ് ചേഞ്ചിങ് ഇൻസിഡന്റ് ആയി മാറി ആ ഹെൽപ്പിംഗ് ഹാൻഡ്. ആ ഒരു ഇൻസിഡന്റ് മിസ്റ്റർ ജോൺ എസിനെ പിന്നീട് എന്താക്കി മാറ്റി? ഹി ബിക്കെയിം എ സെൽഫ്ലെസ് സപ്പോർട്ടർ ഓഫ് ഹ്യൂമാനിറ്റി. അദ്ദേഹത്തിന്റെ ജീവിതം മൊത്തമായും അദ്ദേഹം എന്ത് ചെയ്യാണ്? കഷ്ടത അനുഭവിക്കുന്നവരും പ്രശ്നത്തിൽപ്പെടുന്നവരുമായിട്ടുള്ള യുവാക്കളെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്ന വലിയൊരു മനുഷ്യ സ്നേഹിയായിട്ട് അദ്ദേഹം പിന്നീട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായത്. Go through the following poem, The Ballad of Father Gilligan by W.B. Yeats, about Father Gilligan who rendered selfless service to the poor and the needy people in his parish. So ഇവിടെ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സമാനമായിട്ടുള്ള മറ്റൊരു വ്യക്തിത്വത്തെയാണ്. His name was Father Gilligan എന്ന് പറയുന്ന ഒരു പള്ളിയിലച്ചൻ, ഒരു പുരോഹിതൻ. അദ്ദേഹം തന്റെ ഇടവകയിലെ പാവപ്പെട്ടവരും കഷ്ടത അനുഭവിക്കുന്നവരുമായിട്ടുള്ള ആളുകളെ ഏത് തരത്തിലാണ് അദ്ദേഹം സഹായിച്ചത്? അദ്ദേഹത്തിന്റെ സെൽഫ്ലെസ് സർവീസ് നമുക്ക് ഈ പോയത്തിലൂടെ വായിച്ച് പഠിക്കാം, മനസ്സിലാക്കാം. Now let us go to the line by line explanation of the poem. The Ballad of Father Gilligan. So what is the meaning of ballad? Ballad means a poem or song narrating a story in short stanzas. അതായത് ഒരു കഥ ഒരു പാട്ടുരൂപത്തിൽ, ഒരു ചെറിയ ചെറിയ സ്റ്റാൻസാസിൽ വരുന്ന 4 line സ്റ്റാൻസാസിൽ വരുന്ന പാട്ടുരൂപത്തിൽ അവതരിപ്പിക്കുന്ന പോം ഓർ സോങ്സ്, അതിനെയാണ് നമ്മൾ ബാലഡ് എന്ന് പറയാറ്. ഫാദർ ഗില്ലിഗനെ കുറിച്ചിട്ടുള്ളൊരു ബാലഡാണ് The Ballad of Father Gilligan. The old priest Peter Gilligan was weary night and day, for half his flock were in their beds or under green swords lay. Once while he nodded in a chair at the morth hour of the eve, another poor man sent for him, and he began to grieve. I have no rest, nor joy, nor peace, for people die and die. And after cried he, God forgive, my body spake, not I. So let's see the first stanza. The old priest Peter Gilligan was weary night and day. വളരെ പ്രായം ചെന്ന ഒരു പ്രീസ്റ്റ് ആയിരുന്നു പീറ്റർ ഗില്ലിഗൻ. And he was weary night and day. What is the meaning of weary? Weary means feeling or showing extreme tiredness, especially as a result of excessive exertion. എന്ന് വെച്ചാൽ വളരെയധികം ക്ഷീണം തോന്നുക, അമിതമായി ജോലി ചെയ്യുന്ന കാരണമുള്ള tiredness, that is weary. Old priest Peter Gilligan was weary night and day. Peter Gilligan was very much tired because എന്തുകൊണ്ടായിരുന്നു പീറ്റർ ഗില്ലിഗൻ വല്ലാണ്ട് ടയർഡ് ആയത്?
because half his flock were in their beds or under green swords lay. What is the meaning of flock? Flock means a number of birds of one kind feeding, resting or traveling together. A group of birds എന്നാണ് flock പറഞ്ഞ അർത്ഥം. But in this context, flock means people in his parish. അദ്ദേഹത്തിന്റെ ഇടവകയിലെ ആളുകൾ അവരെയാണ് ഫ്ലോക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. For half of his flock, അദ്ദേഹത്തിന്റെ ഇടവകയിലെ പകുതിയെങ്കിലും ആളുകൾ, they were in their beds. They were bedridden. അവർ അസുഖബാധിതരായിട്ട് പകുതിയിലധികം ആളുകളും bedridden ആണ്. Or under green swords lay. Under green swords lay means they are already dead. ഒന്നുകിൽ മരണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ആളുകൾ bedridden ആണ്. Why? Because of some epidemic. അദ്ദേഹത്തിന്റെ ഇടവകയിൽ പടർന്നു പിടിച്ചിട്ടുള്ള ഒരു പകർച്ചവ്യാധി കാരണം പകുതിയെങ്കിലും ആളുകൾ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? ഒന്നുകിൽ bedridden ആണ്, അല്ലെങ്കിൽ മരിച്ച് മണ്ണിനടിയിലാണ്. That is why Father Gilligan was weary, because he has to perform his duties, his rituals. So he was too much tired of. അദ്ദേഹത്തിന്റെ ഇടവകയിലെ ആളുകൾ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? അവർക്കെല്ലാം അന്ത്യകൂദാശ നൽകണം. He has to do the final communion to all the dying people. So he was too much tired. So Peter Gilligan was exhausted because his job is to comfort the dying and administer the last rites to the dying people. So മരിക്കുന്നവർക്ക് അന്ത്യകൂദാശ നൽകാനും അവരുടെ കുടുംബാംഗത്തെ ആശ്വസിപ്പിക്കാനും എന്നീ നിരവധി ഡ്യൂട്ടീസ് ഫാദർ ഗില്ലിഗൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ he was too much weary. He was very much tired. Once while he nodded in a chair at the moth hour of the eve, another poor man sent for him and he began to grieve. അങ്ങനെ ഒരു ദിവസം ഫാദർ ഗില്ലിഗൻ he was nodded in a chair. ഒരു ചെയറിൽ ഇരുന്നുകൊണ്ട് he was tired and he was asleep. What is the meaning of nodded? Nodded means let one's head fall forward when drowsy or asleep. എന്ന് വെച്ചാൽ ഉറക്കം മൂലം അദ്ദേഹത്തിന്റെ തല മുന്നോട്ട് തൂക്കിയിട്ട് ചെയറിലിരിക്കുവാണ്. At the moth hour of the eve. And what was the time? The time is moth hour. Moth means an insect with two pairs of broad wings covered in microscopic scales, typically drably colored and held flat when at rest. This is a picture of moth. മലയാളത്തിൽ നമുക്കിതിനെ നിശാശലഭം എന്നൊക്കെ പറയാം. സോ ടിപ്പിക്കലി നമ്മളിതിനെ ട്വൈലൈറ്റ്, സന്ധ്യാവേളയിലൊക്കെയാണ് കൂടുതലായും കാണാറ്. സോ ഹിയർ മോത്ത് അവർ റെഫേഴ്സ് ടു the evening or twilight, sandhya neram. So at the moth hour of the eve, Father Gilligan was nodded in a chair. At that time another poor man sent for him and he began to grieve. So Peter Gilligan dayum nightum completely he was working and he was exhausted. ഒരുപാട് ജോലി എടുത്ത കാരണം അദ്ദേഹം ഒരുപാട് ക്ഷീണിതനാണ്. അങ്ങനെ അദ്ദേഹം ആ സന്ധ്യാവേളയിൽ ഒരു ചെയറിൽ ഇരുന്നുകൊണ്ട് അല്ലേ ഉറങ്ങിപ്പോയി. ആ സമയത്തും ആര് വന്നു? Another poor man was sent for him. അദ്ദേഹത്തെ തേടി മറ്റൊരു പാവം മനുഷ്യൻ വരികയാണ്. And he began to grieve. അദ്ദേഹത്തിന്റെ ഇടവകയിലെ ആരോ മരിക്കാൻ വേണ്ടി പോകുന്നുണ്ടാവാം. ഒരുപക്ഷെ അദ്ദേഹത്തിന് the final rituals, the final rites or the final communion, അന്ത്യകൂദാശ നൽകാൻ വേണ്ടി ആയിരിക്കാം ഈ പാവം മനുഷ്യൻ ഫാദർ ഗില്ലിഗനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. At that time, ആ സമയത്ത് ഫാദർ ഗില്ലിഗൻ എന്ത് ചെയ്യാണ്? He began to grieve. ഫാദർ ഗില്ലിഗൻ began to complain. അദ്ദേഹം വിഷമത്തോടെ എന്ത് പറയാൻ വേണ്ടി തുടങ്ങി? ഫാദർ ഗില്ലിഗൻ said, I have no rest, nor joy, nor peace, for people die and die. ഫാദർ ഗില്ലിഗൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. I have no rest, nor joy, nor peace. എനിക്ക് എന്തില്ല? എനിക്ക് വിശ്രമമില്ല. nor joy, സന്തോഷമില്ല. nor peace, മനസ്സമാധാനവുമില്ല. for people die and die. എന്റെ ഇടവകയിലെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പീറ്റർ ഗില്ലിഗൻ കംപ്ലൈൻ ചെയ്യുന്നു, പരാതി പറയുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ക്ഷീണം കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നും ഈ വാക്കുകൾ പുറത്തോട്ട് വരുന്നു. ആൻഡ് ആഫ്റ്റർ ക്രൈഡ് ഹി, ഈ വാക്കുകൾ വന്ന ശേഷം അദ്ദേഹം എന്ത് ചെയ്യാണ്? ഗോഡ് ഫോർഗിവ്, മൈ ബോഡി സ്പേക്ക് നോട്ട് ഐ. ദൈവമേ, നീ എന്നോട് ക്ഷമിച്ചാലും ഞാനല്ല പറഞ്ഞത്, എന്റെ ശരീരമാണ്. മൈ ബോഡി സ്പേക്ക്. സ്പേക്ക് ഈസ് എ യൂസേജ് ഓഫ് ഓൾഡ് ഇംഗ്ലീഷ്. ഇറ്റ്സ് എ വേർഡ് ഫ്രം ഓൾഡ് ഇംഗ്ലീഷ്. ഇറ്റ്സ് നോട്ട് യൂസ്ഡ് നൗഡേയ്സ്. ഇന്ന് നമ്മൾ സ്പോക്ക് എന്നാണ് പറയാറ്. ഇൻ ദോസ് ഡേയ്സ് ഇറ്റ് വാസ് യൂസ്ഡ് ആസ് സ്പേക്ക്. മൈ ബോഡി സ്പേക്ക് നോട്ട് ഐ. ഞാനല്ല പറഞ്ഞത്, എൻ്റെ ആത്മാവല്ല പറഞ്ഞത്, എൻ്റെ ശരീരമാണ് പരാതി പറഞ്ഞത്. ദൈവമേ, നീ എന്നോട് ക്ഷമിച്ചാലോ. വൈ ഫാദർ ഗില്ലിഗൻ സേ സോ?
because Father Gilligan was supposed to be a servant to the people of his parish. അദ്ദേഹത്തിന്റെ പാരിഷിലെ, അദ്ദേഹത്തിന്റെ ഇടവകയിലെ ഓരോ ആളുകളുടെയും സർവീസ്, അതിനു വേണ്ടിയാണ് അദ്ദേഹം ആ ഒരു പദവി, ആ ഒരു ജോലി ഏറ്റെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരിക്കലും പരാതി പറയാനുള്ള അർഹതയില്ല. ദാറ്റ്സ് വൈ ഹി സേസ്, ഓ ഗോഡ് പ്ലീസ് ഫോർഗീവ് മീ, മൈ ബോഡി സ്പേക്ക് നോട്ട് ഐ. ഞാനല്ല പറഞ്ഞത്, എൻ്റെ ശരീരം അതിൻ്റെ ക്ഷീണം കാരണം പറഞ്ഞു പോയതാണ്. ദൈവമേ നീ എന്നോട് പുറത്താലും എന്ന് അദ്ദേഹം പറയുന്നു. He knelt and leaning on the chair he prayed and fell asleep. And the moth hour went from the fields and stars began to peep. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഫാദർ ഗില്ലിഗൻ he knelt means മുട്ടുകുത്തിയിരിക്കുക. And leaning on the chair, അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ആ ചെയറിന്റെ മുകളിലോട്ട് ചാരി ഇരുന്നുകൊണ്ട് he prayed, അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. And fell asleep, അവിടെ അദ്ദേഹം അതേ രീതിയിൽ കിടന്നുറങ്ങിപ്പോകുന്നു. And the moth hour went from the field, അദ്ദേഹം ഉറങ്ങിക്കൊണ്ടിരിക്കെ moth hour went from the field. Moth hour means twilight went from the fields. വയലിൽ നിന്നും moth hour അപ്രത്യക്ഷമാവുന്നു. moth hour means twilight is ended, സന്ധ്യാവേള കഴിഞ്ഞിരിക്കുന്നു, രാത്രി ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. And stars began to peep, നക്ഷത്രങ്ങൾ എന്ത് ചെയ്തു? നക്ഷത്രങ്ങൾ പീപ്പ് ചെയ്യുന്നു. പീപ്പ് മീൻസ് എത്തി നോക്കുക, ഒളിഞ്ഞു നോക്കുക എന്നൊക്കെ പറയാം. സോ സ്റ്റാർസ് ബിഗാൻ ടു പീപ്പ് മീൻസ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് നൈറ്റ്, രാത്രി ആയിക്കൊണ്ടിരിക്കുന്നു. ബട്ട് ഫാദർ ഗില്ലിഗൻ ഈസ് ഫാസ്റ്റ് അസ്ലീപ് മെൽറ്റിംഗ് ഓൺ ദ ഗ്രൗണ്ട്. തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന ആളുടെ കൂടെ പോവാതെ അദ്ദേഹത്തിന്റെ ക്ഷീണം കാരണം അദ്ദേഹം അവിടെ തന്നെ കിടന്ന് ഉറങ്ങിപ്പോകുന്നു. നമ്മൾ പോയം തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ we will continue. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായിട്ട് രേഖപ്പെടുത്തുക. യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദി വീഡിയോ. ടേക്ക് കെയർ. ബൈ.